ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗെറ്റ് എന്ന് പറയുന്ന ഒരു മാജിക്കൽ വേർഡിനെ കുറിച്ചിട്ടാണ്. ഗെറ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ വേർഡ് പഠിച്ച് നമുക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ നേറ്റീവ് സ്പീക്കേഴ്സൊക്കെ ഇംഗ്ലീഷുകാരൊക്കെ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചറിയാം. അവർ സംസാരിക്കുന്ന ബഹുഭൂരിപക്ഷം സമയം ഗെറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക. സ്പെഷ്യലി ഒരുപാട് വെബ് സീരീസ്, ഇംഗ്ലീഷ് ഫിലിംസ് ഒക്കെ കാണുന്ന ആളുകൾക്ക് വളരെ പരിചിതമായിട്ടുള്ള വേർഡാണ് ഗെറ്റിൻ്റെ ഡിഫറെൻറ്റ് യൂസേജസ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷുകാരെ പോലെ സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ആണ്. ഗെറ്റ് എന്നുള്ളതിൻ്റെ നോർമൽ വേർഡ് സ്വീകരിക്കുക, റിസീവ് എന്നുള്ളതാണ്. ഗെറ്റിൻ്റെ പാസ്റ്റ് ഫോം ആണ് ഗോട്ട്. നമ്മളിവിടെ റിസീവ്ഡ്, സ്വീകരിച്ചു എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഈ സ്വീകരിക്കുക എന്നല്ലാതെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വാങ്ങുക എന്നുള്ളതിന്, ആയിത്തീരുക എന്നുള്ളതിന്, എത്തിച്ചേരുക എന്നുള്ളതിന്, ഇതിനെല്ലാം നമുക്ക് ഗെറ്റ് ഉപയോഗിച്ച് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഗെറ്റ് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗെറ്റിൻ്റെ 6 പ്രയോഗങ്ങളാണ്. 6 പ്രയോഗം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം, കാരണം ഓരോ പ്രയോഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുക്കും പേനയും എടുത്ത് എഴുതിയെടുക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പല ആവർത്തി കാണണം. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം വളരെ ഉറപ്പിച്ച് പറയാം, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗെറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവസാനം വരെ വീഡിയോ കാണാം. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുള്ളവരായിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അതിൽ ഒന്നാമത്തെ പ്രയോഗമാണ് ടു ഒബ്റ്റെയിൻ എന്ന് പറയും. ടു ഒബ്റ്റെയിൻ, ഓക്കെ, എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക, ലഭിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ടു ഒബ്റ്റെയിൻ. ഓക്കെ, ഒരു കാര്യം നേടിയെടുക്കണേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്ക് എൻ്റെ മാർക്ക് ഷീറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം. ഓക്കെ, എനിക്കത് വേണം, ലഭിക്കണം, അല്ലെങ്കിൽ എനിക്ക് നേടിയെടുക്കണം എന്ന് പറയണം. എങ്ങനെ? എനിക്ക് എൻ്റെ മാർക്ക് ഷീറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം എന്ന് പറയണം. ഐ നീഡ് ടു ഗെറ്റ് ദ പ്രിൻ്റ് ഔട്ട് ഓഫ് മൈ വർക്ക് ഷീറ്റ്. ഓക്കെ, ഐ നീഡ് ടു ഗെറ്റ് ദ പ്രിൻ്റ് ഔട്ട് ഓഫ് മൈ മാർക്ക് ഷീറ്റ്. എനിക്ക് എൻ്റെ മാർക്ക് ഷീറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുക, ലഭിക്കുക എന്നൊന്നും അല്ല അർത്ഥം വരുന്നത്. എക്സാക്ട്ലി അതിൻ്റെ ഒരു സിമിലർ മീനിങ് വരുമെങ്കിലും നമ്മളിവിടെ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലഭിക്കണം, എനിക്ക് കിട്ടണം എന്നൊക്കെയുള്ള രീതിയിലാണ്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എനിക്ക് എൻ്റെ ആധാർ കാർഡ് അപ്ഡേറ്റഡ് ആക്കണം. ഓക്കെ, അപ്ഡേറ്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, എനിക്ക് എൻ്റെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കിട്ടണം. ഐ നീഡ് ടു ഗെറ്റ് മൈ ആധാർ കാർഡ് അപ്ഡേറ്റഡ്. ഓക്കെ, എങ്ങനെ പറയാം? ഐ നീഡ് ടു ഗെറ്റ് മൈ ആധാർ കാർഡ് അപ്ഡേറ്റഡ്. ഓക്കെ, I need to get my Aadhaar card updated. ഇനി എനിക്ക് ATM നിന്ന് കുറച്ച് കാശ് എടുക്കണം, അല്ലെങ്കിൽ കിട്ടണം എന്ന് പറയണം. ഓക്കെ, I have to get some money from the ATM. ഓക്കെ, I have to get some money from the ATM. ഓക്കെ, എങ്ങനെ പറയാം? I have to get some money from the ATM. ഓക്കെ, I have to get some money from the ATM. ഓക്കെ, ATM നിന്ന് കുറച്ച് പണം എനിക്ക് കിട്ടണം. ഓക്കെ, അപ്പം ഒബ്റ്റെയിൻ, നമുക്കൊരു സാധനം നേടിയെടുക്കണം എന്നുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഗെറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഗെറ്റ് എന്നുള്ള വാക്ക്. ഓക്കെ, ഇനി പല സ്ഥലങ്ങളിൽ നമ്മൾ ഗോട്ട് എന്ന് ഉപയോഗിക്കും, കാരണം അതിൻ്റെ പാസ്റ്റ് ഫോമാണ് കിട്ടി എന്നുള്ള അർത്ഥം. ഓക്കെ, ഗെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുക, ഗോട്ട് എന്ന് പറഞ്ഞാൽ കിട്ടി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ പല വെർഷൻസ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. എൻ്റെ ഒരു യൂസേജാണ് നമ്മൾ പറഞ്ഞത് ടു ഒബ്റ്റെയിൻ, നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോകാം. ടു റിസീവ്. ഓക്കെ, സ്വീകരിക്കുക എന്നുള്ളത്. ഓക്കെ, ലഭിക്കുക എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് ഗെറ്റ് ഉപയോഗിച്ച് സംസാരിക്കുക എന്ന് പറയാം. റിസീവ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഗെറ്റ് എന്ന് പറയുന്ന പ്രയോഗം ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ചോദിക്കും, നിനക്ക് ഇന്നലെ എൻ്റെ മെസ്സേജ് കിട്ടിയോ? ഓക്കെ, നിനക്ക് ഇന്നലെ എൻ്റെ മെസ്സേജ് കിട്ടിയോ അല്ലെങ്കിൽ സ്വീകരിച്ചോ എന്ന് ചോദിക്കുകയാണ്. നമുക്ക് എങ്ങനെ ചോദിക്കുക? ഓക്കെ, ഡിഡ് യു ഗെറ്റ് മൈ മെസ്സേജ് യെസ്റ്റർഡേ? ഓക്കെ, എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ഗെറ്റ് മൈ മെസ്സേജ് യെസ്റ്റർഡേ? നിനക്ക് ഇന്നലെ എൻ്റെ മെസ്സേജ് കിട്ടിയോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഗെറ്റ് ഉപയോഗിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഡിഡ് യു ഗെറ്റ്, ഓക്കെ, ഡിഡ് യു റിസീവ് മൈ മെസ്സേജ് യെസ്റ്റർഡേ എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ചോദിച്ചത് എന്ത്? ഡിഡ് യു ഗെറ്റ് മൈ മെസ്സേജ് യെസ്റ്റർഡേ. നമുക്ക് രണ്ടാമതൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. അവൻ്റെ ബർത്ത്ഡേക്ക് അവൻ്റെ പാരൻസിൽ നിന്ന് ഒരു എക്സ്പെൻസീവ് ബൈക്ക് കിട്ടി. ഓക്കെ, അവന് കിട്ടി എന്ന് പറയാണ്. ഓക്കെ, അവൻ്റെ ബർത്ത്ഡേക്ക് അവനൊരു എക്സ്പെൻസീവ് ബൈക്ക് അവൻ്റെ പാരൻസിൽ നിന്ന് കിട്ടി. ഇനി നമുക്കിത് പറയാമെന്ന് നോക്കിയാലോ? ഹി ഗോട്ട് ആൻ എക്സ്പെൻസീവ് ബൈക്ക് ഓൺ ഹിസ് ബർത്ത്ഡേ ഫ്രം ഹിസ് പാരൻസ്. ഓക്കെ, ഇങ്ങനെ പറയാം, ഹി ഗോട്ട് ആൻ എക്സ്പെൻസീവ് ബൈക്ക് ഓൺ ഹിസ് ബർത്ത്ഡേ ഫ്രം ഹിസ് പാരൻസ്. ഓക്കെ, അവൻ്റെ പാരൻസിൽ നിന്ന് അവനൊരു എക്സ്പെൻസീവ് ബൈക്ക് അവൻ്റെ ബർത്ത്ഡേക്ക് കിട്ടി എന്ന് പറയാണ്. ഓക്കെ, എങ്ങനെ പറയാം? ഹി ഗോട്ട് an expensive bike on his birthday from his പാരൻസ്. ഓക്കെ,
അപ്പം അവൻ്റെ പാരൻസിൽ നിന്ന് അവനൊരു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൈക്ക് കിട്ടി, റിസീവ് ചെയ്തു എന്ന് പറയാം. ഇനി നമുക്ക് മൂന്നാമതൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഓക്കെ, അവർക്ക് മിക്കവാറും ഇപ്പോൾ നമ്മൾ അയച്ച പാഴ്സൽ കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, അവർക്ക് മിക്കവാറും നമ്മൾ അയച്ച പാഴ്സൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാകും എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ പറയാം അവർ ഈ സമയം കൊണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടാകും എന്നാണ്. റിസീവിന് പകരമായിട്ട് നമുക്ക് ഗെറ്റ് ഉപയോഗിച്ച് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ഐ ഹോപ്പ് ദ മസ്റ്റ് ഹവ് ഗോട്ട് അ പാർസൽ ബൈ നൗ. ഓക്കെ, ഐ ഹോപ്പ് ദ മസ്റ്റ് ഹവ് ഗോട്ട് അ പാർസൽ ബൈ നൗ. ഓക്കെ, ഇങ്ങനെ പറയാം, ഐ ഹോപ്പ് they must have got a parcel by now. ഓക്കെ, ഇവിടെ നമ്മൾ ഗെറ്റിന് പകരം നമ്മൾ ഗോട്ട് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചത്, കിട്ടി എന്നുള്ളത്. ഓക്കെ, റിസീവ്ഡ്. ഓക്കെ, കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളതിന് പകരമാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്, ഗോട്ട് ഉപയോഗിച്ചത്. ഓക്കെ, ഐ ഹോപ്പ് they must have got a parcel by now. ഇത് നമ്മൾ മൂന്നാമത്തെ പ്രയോഗമാണ് ടു ബൈ. ഓക്കെ, വാങ്ങുക എന്നുള്ളതിന് നമ്മൾ ഗെറ്റ് ഉപയോഗിക്കും. എന്താണ് വാങ്ങുക എന്നുള്ളതിന് നമ്മൾ ഗെറ്റ് എന്ന് പറയുന്ന പ്രയോഗം ഉപയോഗിക്കും. ഓക്കെ, ഇങ്ങനെ നമുക്ക് നോക്കാം. എനിക്ക് മാർക്കറ്റിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങണം, ബൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി പറയാം എനിക്ക് വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യണം എന്നാണ് പറയുക. ഇവിടെ ബൈക്ക് പകരം നമ്മൾ ഗെറ്റ് ഉപയോഗിക്കുകയാണ്. ഇങ്ങനെയാണ് പറയുക, ഐ നീഡ് ടു ഗെറ്റ് സം വെജിറ്റബിൾസ് ഫ്രം ദി മാർക്കറ്റ്. ഓക്കെ, ഐ നീഡ് ടു ഗെറ്റ് സം വെജിറ്റബിൾസ് ഫ്രം ദി മാർക്കറ്റ്. ഓക്കെ, എങ്ങനെ പറയാം, ഐ നീഡ് ടു ഗെറ്റ് സം വെജിറ്റബിൾസ് ഫ്രം the market. Okay, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ഐ നീഡ് ടു ഗെറ്റ് സം വെജിറ്റബിൾസ് ഫ്രം ദി മാർക്കറ്റ്. ഓക്കെ, അപ്പം മാർക്കറ്റിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് മേടിക്കണം, വാങ്ങണം എന്ന് പറയുകയാണ്. ബൈക്ക് വരെ നമ്മൾ ഉപയോഗിച്ചത് ഗെറ്റ് എന്ന് പറയുന്ന പ്രയോഗമാണ്. നമുക്ക് പെട്ടെന്ന് പോയി കുറച്ച് ഐസ്ക്രീം വാങ്ങിയാലോ? ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോയി കുറച്ച് ഐസ്ക്രീം വാങ്ങിയാലോ? അപ്പോൾ ഐസ്ക്രീം മേടിക്കാൻ അത്ര ആഗ്രഹമായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈ ചെയ്താലോ എന്നുള്ളതിന് പകരം വീണ്ടും നമ്മൾ ഗെറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയാണ്. ഷാൽ വി ക്വിക്ക്ലി ഗോ ആൻഡ് ഗെറ്റ് സം ഐസ്ക്രീം. ഓക്കെ, ഷാൽ വി ക്വിക്ക്ലി ഗോ ആൻഡ് ഗെറ്റ് സം ഐസ്ക്രീം. ഓക്കെ, എങ്ങനെ പറയാം, ഷാൽ വി ക്വിക്ക്ലി ഗോ ആൻഡ് ഗെറ്റ് സം ഐസ്ക്രീം. ഇനി നമ്മൾ മൂന്നാമതൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. കാർപ്പറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളൊരു നല്ല വാക്വം ക്ലീനർ മേടിക്കണം. ഓക്കെ, മേടിക്കണം എന്ന് പറയണം, ബൈ ചെയ്യണമെന്ന് പറയാണ്. ഇവിടെ നമ്മൾ ബൈക്ക് വരും ഗെറ്റ് ഉപയോഗിച്ചിട്ട് പറയാണ്, വി മസ്റ്റ് ഗെറ്റ് എ ഗുഡ് വാക്വം ക്ലീനർ ടു ക്ലീൻ ദ കാർപ്പറ്റ്. ഓക്കെ, വി മസ്റ്റ് ഗെറ്റ് ഗുഡ് വാക്വം ക്ലീനർ ടു ക്ലീൻ ദ കാർപ്പറ്റ്. ഓക്കെ, എങ്ങനെ പറയാം, വി മസ്റ്റ് ഗെറ്റ് എ ഗുഡ് വാക്വം ക്ലീനർ ടു ക്ലീൻ ദ കാർപ്പറ്റ്. ഇനി നമ്മൾ നാലാമതൊരു പ്രയോഗമാണ് ടു ബിക്കം എന്ന് പറയും. ടു ബിക്കം, ആയിത്തീരുക, അല്ലെങ്കിൽ ഒരു അവസ്ഥയെ കാണിക്കുകയാണ്. ഓക്കെ, ആയിത്തീരുക. ടു ബിക്കം, ആയിത്തീരുക എന്ന പ്രയോഗം ഉപയോഗിക്കുന്നിടത്ത്, ആ വേർഡ് ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ പലപ്പോഴും ഗെറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഇംഗ്ലീഷുകാർ സംസാരിക്കുക. ഇങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഭയങ്കര ചൂടാകുന്നു, ഭയങ്കര ചൂടാണ്, നമുക്ക് എ സി ഒന്ന് ഓൺ ചെയ്യും എന്ന് പറയണം. ഓക്കെ, ചൂടാണ് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ പറയാം ഇറ്റ് ബിക്കംസ് ഹോട്ടർ, പ്ലീസ് ടേൺ ഓൺ ദി എ സി എന്നാണ് പറയുക. പക്ഷെ നമ്മളിവിടെ ബിക്കം എന്നുള്ളതിന് പകരം നമ്മൾ ഉപയോഗിക്കും ഇറ്റ്സ് ഗെറ്റിംഗ് ഹോട്ടർ, പ്ലീസ് ടേൺ ഓൺ ദി എ സി. ഓക്കെ, എങ്ങനെ പറയാം, ഇറ്റ്സ് ഗെറ്റിംഗ് ഹോട്ടർ, പ്ലീസ് ടേൺ ഓൺ ദി എ സി. ഓക്കെ, എങ്ങനെ പറയാം, ഇറ്റ്സ് ഗെറ്റിംഗ് ഹോട്ടർ, പ്ലീസ് ടേൺ ഓൺ ദി എ സി. ഓക്കെ, ചൂട് കൂടുന്നു, ഒന്ന് എ സി ഓൺ ചെയ്യേ എന്ന് പറയാണ്. ഇനി നമ്മൾ മഞ്ഞുകാലമൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും തണുപ്പ് കൂടണം കേട്ടോ, അല്ലെങ്കിൽ തണുപ്പാവണം, ജാക്കറ്റിൻ്റെ സിപ്പർ ഒന്ന് മുകളിലേക്ക് ഇടുക എന്ന് പറയും. ഓക്കെ, സാറിന് നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെയാണ് ഇത്തരത്തിലുള്ള സെൻറ്റൻസസ് പറയാം. ഇങ്ങനെ നമുക്ക് പറയാം, ഇറ്റ്സ് ഗെറ്റിംഗ് കോൾഡർ, പ്ലീസ് സിപ്പ് അപ്പ് യുവർ ജാക്കറ്റ്. ഓക്കെ, ഇറ്റ്സ് ഗെറ്റിംഗ് കോൾഡർ, പ്ലീസ് സിപ്പ് അപ്പ് യുവർ ജാക്കറ്റ്. ഓക്കെ, എങ്ങനെ പറയാം, ഇറ്റ്സ് ഗെറ്റിംഗ് കോൾഡർ, പ്ലീസ് സിപ്പ് അപ്പ് യുവർ ജാക്കറ്റ്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കോ, ഇറ്റ്സ് ഗെറ്റിംഗ് കോൾഡർ, പ്ലീസ് സിപ്പ് അപ്പ് യുവർ ജാക്കറ്റ്. ഓക്കെ, തണുപ്പാവണോ, ജാക്കറ്റിൻ്റെ സിബ് ഇട് എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം കേട്ടോ. എല്ലാ ദിവസവും ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ അടിപൊളിയാകും, അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ഡെവലപ്പ് ചെയ്യും എന്ന് പറയുകയാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് പറയുക, ആയിത്തീരും എന്ന് പറയുകയാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണതാണ്, ഇംഗ്ലീഷ് കണ്ടിന്യൂസ്ലി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ലാംഗ്വേജ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. യു ക്യാൻ ഗെറ്റ് ബെറ്റർ അറ്റ് ഇംഗ്ലീഷ് ഇഫ് യു പ്രാക്ടീസ് റെഗുലർലി. ഓക്കെ, യു ക്യാൻ ഗെറ്റ് ബെറ്റർ അറ്റ് ഇംഗ്ലീഷ് ഇഫ് യു പ്രാക്ടീസ് റെഗുലർലി. ഓക്കെ, ഇംഗ്ലീഷ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, ലാംഗ്വേജ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുക. ഓക്കെ, ഇനി നമ്മൾ അഞ്ചാമത്തെ യൂസേജ് പറയുകയാണ് ടു അറൈവ്, എത്തിച്ചേരുക എന്നുള്ളിടത്ത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ഇത് ഉപയോഗിക്കുക എന്ന് പറയുകയാണ്. ടു അറൈവ്, ടു അറൈവ്, എത്തിച്ചേരുക. അവർ
5 മണിക്ക് മോളിൽ നിന്ന് വീട്ടിലെത്തി. ഓക്കെ, മോളിലായിരുന്നു അവർ. ഒരു 5 മണിയായപ്പോൾ മോളിൽ നിന്ന് വീട്ടിലേക്ക് എത്തി എന്ന് പറയാണ്. ഒരു മോൾ, നമ്മുടെ ലുലു മോൾ പോലെയുള്ള ഒരു മോളിലായിരുന്നു അവർ. 5 മണിയായപ്പോഴേക്കും വീട്ടിലെത്തി. ഇവിടെ നമ്മൾ അറൈവ്ഡ് എന്നുള്ളതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഗെറ്റ് ആണ്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഓക്കെ, ദേ ഗോട്ട് ഹോം അറ്റ് 5 PM ഫ്രം ദ മോൾ. ഓക്കെ, ദേ ഗോട്ട് ഹോം അറ്റ് 5 PM ഫ്രം ദ മോൾ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. അവരെപ്പോഴാണ് ഇവിടെ എത്തുക? വാട്ട് ടൈം വിൽ ദേ ഗെറ്റ് ഹിയർ? ഓക്കെ, വാട്ട് ടൈം വിൽ ദേ ഗെറ്റ് ഹിയർ? ഇവിടെ സാധാരണ നമ്മൾ ചോദിക്കുക എങ്ങനെയാണ്? വാട്ട് ടൈം വിൽ ദേ അറൈവ് ഹിയർ എന്നാണ് ചോദിക്കുക. ഇതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചോദിക്കും? വാട്ട് ടൈം വിൽ ദേ ഗെറ്റ് ഹിയർ? ഓക്കെ, വാട്ട് ടൈം വിൽ ദേ ഗെറ്റ് ഹിയർ? എപ്പോഴാണ് അവരിവിടെ എത്തുക? വാട്ട് ടൈം വിൽ ദേ ഗെറ്റ് ഹിയർ? ഞാൻ അവിടെ ഏകദേശം 15 മിനിറ്റിനുള്ളിൽ എത്തണം. ഓക്കെ, റീച്ച് ആകണം എന്നുള്ളതിന് പറയണം, അല്ലെങ്കിൽ അറൈവ് ചെയ്യണം എന്നുള്ളതിന് പകരം നമ്മൾ പറയാണ് ഐ ഷുഡ് ഗെറ്റ് ദർ ഇൻ അറൗണ്ട് 15 minutes. ഐ ഷുഡ് ഗെറ്റ് ദർ ഇൻ അറൗണ്ട് 15 minutes. എങ്ങനെയാ പറയാ? ഐ ഷുഡ് ഗെറ്റ് ദർ ഇൻ അറൗണ്ട് 15 minutes. ഇനി നമ്മൾ 6ാമത്തെ യൂസേജിലേക്ക് പോവാണേ. ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക എന്നുള്ളിടത്ത് നമ്മൾ ഗെറ്റ് ഉപയോഗിക്കും. മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ നോർമലി നമ്മൾ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെയാണ് ചോദിക്കുക. ഈ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതിന് പകരം നമ്മൾ ഗെറ്റ് ഉപയോഗിക്കും. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഐ ഡിഡ്ന്റ് ഗെറ്റ് എ സിംഗിൾ വേർഡ് ഹി സെഡ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണം. അവൻ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണം. നോർമലി നമ്മൾ പറയാം ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് എന്നാണ് പറയുക. പക്ഷെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് എന്താ? ഐ ഡിഡ്ന്റ് ഗെറ്റ് എ സിംഗിൾ വേർഡ് ഹി സെഡ്. ഓക്കെ, ഐ ഡിഡ്ന്റ് ഗെറ്റ് എ സിംഗിൾ വേർഡ് ഹി സെഡ്. ഇത് നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിൾ പറയാണ്. എനിക്ക് ജോക്കൊക്കെ മനസ്സിലായി, പക്ഷെ എനിക്ക് ചിരിക്കാൻ തോന്നിയില്ല എന്ന് പറയണം. ഇല്ലേ, ചിലരൊക്കെ കോമഡി ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ചിരിക്കില്ല. അപ്പോൾ പറയും ഈ ജോക്കൊക്കെ മനസ്സിലായി, പക്ഷെ എനിക്ക് ചിരിക്കാൻ തോന്നിയില്ല എന്ന് പറയും. ഓക്കെ, എനിക്ക് ജോക്ക് മനസ്സിലായി എന്നെങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഐ ഗോട്ട് ദ ജോക്ക് but it didn't make me laugh. Okay, I got the joke but it didn't make me laugh. ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ പറയണം. എനിക്ക് ഇതിൻ്റെ പോയിന്റ് മനസ്സിലായി. അപ്പോൾ ഒരാളൊരു വലിയ പോയിന്റ് ഒക്കെ പറയണം, വലിയ കാര്യം പറയണം. അപ്പോൾ നമ്മൾ പറയണം എനിക്ക് ഇതിൻ്റെ പോയിന്റ് മനസ്സിലായി എന്ന് പറയണം. ഇങ്ങനെ പറയാം ഐ ഗോട്ട് യുവർ പോയിന്റ്. ഐ അണ്ടർസ്റ്റുഡ് യുവർ പോയിന്റ് എന്നുള്ളതിന് പകരമാണ് നമ്മൾ പറയുന്നത് ഐ ഗോട്ട് യുവർ പോയിന്റ്. അപ്പോൾ നമ്മൾ 6 പ്രയോഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ച്. ഓക്കെ, 6 പ്രയോഗങ്ങൾ. ഇത് പല ആവർത്തി കണ്ട് പ്രാക്ടീസ് ചെയ്താലാണ് ലാംഗ്വേജ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുള്ളൂ കേട്ടോ. എഴുതിയെടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. പല ആവർത്തി പ്രാക്ടീസ് ചെയ്യുക. ഗെറ്റിൻ്റെ ഓരോ യൂസേജ് ഓരോ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്ത് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. ഞാൻ ഇത്രയും ഒരു ടോപ്പിക് ഉപയോഗിക്കാൻ കാരണം തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത ഒരു യൂസേജസ് ആയിട്ട് അടുത്തൊരു വീഡിയോ നമ്മൾ അടുത്ത ആഴ്ച ചെയ്യുന്നതായിരിക്കും. Until then, it's bye from Lintu.